പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ തവണ 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ്. പക്ഷേ ഇത്തവണ 2024 അത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയും ഇല്ല. അതുകൊണ്ട് 2019 UDF-നുണ്ടായ വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് LDF നേതാക്കൾ എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ BJP ജയിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ദേശീയ തലത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. CPM നേതൃത്വം നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ജയിക്കില്ല, അധികാരത്തിൽ വരില്ല, BJP അധികാരത്തിൽ വരുമെന്നാണ്. അപ്പൊ ഇന്നലെ ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞതും അതിന്റെ തുടർച്ചയാണ് ഈ പ്രചരണവും. മനസ്സിലായില്ലേ? അതിനേക്കാൾ രൂക്ഷമായ അന്തരീക്ഷമാണ് ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയുള്ള അന്തരീക്ഷം അല്ലല്ലോ ദേശീയ തലത്തിൽ. ദേശീയ തലത്തിൽ ഇപ്പോൾ ധാരാളം സർവേ വരുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും BJPക്ക് 400 സീറ്റ് പറയണ്ടോ? ഇപ്പം ആരെങ്കിലും 300 സീറ്റ് BJPക്ക് പറയണ്ടോ? പറയുന്നില്ല. ഇപ്പം നെക്ക് ടു നെക്ക് ഫൈറ്റാണ് BJPയും ഇന്ത്യ മുന്നണിയും, NDAയും ഇന്ത്യ മുന്നണിയും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. ഇനി അവരൊരു പറയുന്നുണ്ട് എന്താണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. അത് നമ്മൾ ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ നന്നായിട്ട് അറിയാം. ഇടത് ഏത് കാലത്താണ് ഇന്ത്യയുടെ കൂടെ നിന്നതെന്ന്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്നില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിലുണ്ടായില്ല, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഈ 2021 ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്താൻ 73 കൊല്ലത്തിന് ശേഷം തീരുമാനിച്ച പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞത്. ഇനി മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ കർഷകർക്കുള്ള ആനുകൂല്യം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ BJPയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ നോക്കിയവരാണ് പിന്തുണ പിൻവലിച്ച്. അതിൽ ഇടതുമുന്നണിയുടെ ഈ ഇടതു പാർട്ടികളുടെയും CPMൻ്റെയും പിന്തുണ ഇല്ലാതെയാണ് 2009 വീണ്ടും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായത്. അപ്പോൾ ഇവർ അവിടെ പോയാൽ, ഏതെങ്കിലും CPM MP അവിടെ പോയാൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമെന്നും കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഉറപ്പുമില്ല പല ഇതിൻ്റെ അകത്ത്. അവരെപ്പോൾ വേണമെങ്കിലും BJPയായിട്ട് കൂടാം. പിണറായി വിജയൻ ഒരു ഇൻ്റർവ്യൂവിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ചില തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് RSSൻ്റെ വോട്ട് വേണ്ടാന്ന്. പക്ഷെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി പറയും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. അപ്പം വളരെ കൃത്യമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നാണ്. എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ CPMൻ്റെ എല്ലാ പ്രചരണങ്ങൾക്കും. ആ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താണ്? 0 ആണ്. കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യത്ത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ കോൺഗ്രസിനെ ദുർബലമാക്കിയാൽ ആ പ്ലാറ്റ്ഫോം ഇല്ലാതാവും. ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കോൺഗ്രസിനെ ദുർബലമാക്കി ഈ BJPയെ സന്തോഷിപ്പിക്കുകയും BJPയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക. ഈ കേസാണ് പ്രശ്നം. ഈ മാസപ്പിടിയും മറ്റൊക്കെയാണ് പ്രശ്നം. അതാണ് പേടിയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു, ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്ന് നരേന്ദ്രമോദിയാണ് പറയണത്. അപ്പോൾ നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ പറ്റിയൊക്കെ മോശമായിട്ട് പറയണത്. അപ്പോൾ ഇവർ പോയിട്ടൊരു കാര്യമില്ല. കോൺഗ്രസ് ദുർബലമാകരുത്. ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ കുറയണം, ഒരെണ്ണം കുറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് ജനങ്ങൾക്കറിയാം. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം. മൈനസ് കോൺഗ്രസ് ഒന്നുമില്ല. പക്ഷേ ഈ മത്സരം നടക്കുമ്പോൾ തുടക്കം മുതൽ ശശി തരൂർ പറഞ്ഞ കാര്യം പന്നി എന്ത് ഇവിടുത്തെ കാര്യം എന്നാണ്. മത്സരം BJP കോൺഗ്രസ് തമ്മിലാണ്. അപ്പോൾ ഒരു സീനിയർ നേതാവ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് കാര്യം എന്നാണ്? അതൊക്കെ ഓരോ തലത്തിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയും. ശശി തരൂർ കൗശലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പന്ന്യൻ രവീന്ദ്രന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനും പന്ന്യനും തമ്മിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ വലിയ സ്നേഹപൂർവ്വമുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നു പന്ന്യൻ വലിയ നേതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ പന്ന്യൻ പറയും ചെറുപ്പക്കാരിൽ വളർന്നു വരുന്ന നേതാവാണ് സതീശ് എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ മത്സരിക്കുക പറവൂരിൽ 2011. അത് എല്ലായിടത്തും എല്ലാവരും മത്സരിക്കുമ്പോൾ ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര സുഹൃത്തുക്കളാണ്, സ്നേഹമൊക്കെ. ഇവിടെ ഈ ശശി തരൂർ അത് പറയാൻ കാര്യം, അത് ഈ ജനാധിപത്യ ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതെ പോകാതിരിക്കാൻ വേണ്ട.
കാരണം LDF വളരെ കുറച്ച് വോട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നത്. അപ്പോൾ LDF കൂടുതൽ വോട്ട് പിടിച്ച് ആ മറ്റേ പ്ലാറ്റ്ഫോമിൽ കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞതല്ലേ. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് പറഞ്ഞാണ്.